നമസ്കാരം. MDMA എന്ന ഡ്രഗിനെ കുറിച്ച് നിങ്ങൾ ഇന്ന് ഒത്തിരി കേട്ടിട്ടുണ്ടാവാം. ന്യൂസിലാണെങ്കിലും പത്രത്തിലാണെങ്കിലും ആൾക്കാർ അത് വെച്ച് പിടിക്കപ്പെടുന്നുണ്ട്, അറസ്റ്റ് ആവാറുണ്ട്. സോ എന്താണ് ഈ MDMA? അതുകൊണ്ട് എന്താണ് എഫക്റ്റ് ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് അത് ഇത്ര ഇല്ലീഗലായി കാണപ്പെടുന്നത്? നമുക്ക് ഇന്നത്തെ ചർച്ചാ വിഷയത്തിൽ പരിശോധിച്ച് നോക്കാം. 3,4-മെത്തിലീൻ ഡയോക്സി മെത്താംഫെറ്റമീൻ എന്ന കെമിക്കലാണ് ഈ MDMA. ഈ കെമിക്കൽ പേരിന്റെ മെയിൻ 4 അക്ഷരങ്ങൾ ചുരുക്കിയിട്ടാണ് MDMA എന്ന പേര് കണ്ടപ്പെടുന്നത്. ഈ MDMA ബേസിക്കലി ഒരു പാർട്ടി ഡ്രഗ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇതൊരു സിന്തറ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. സിന്തറ്റിക് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ലാബിൽ സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഇതിനെ മറ്റു പേരുകളിലും അറിയപ്പെടാറുണ്ട്, മോളി എന്നും എക്സ്റ്റസി എന്നും. MDMA ആദ്യം ഡിസ്കവർ ചെയ്യപ്പെടുന്നത് 1920-കളിലാണ്. 2 ഫാർമ കമ്പനി തമ്മിലുള്ള കോമ്പറ്റീഷനിലായിരുന്നു ഈ ബ്ലീഡിംഗ് നിർത്താനുള്ള പുതിയ മരുന്നുകൾക്ക് വേണ്ടി. ആ കോമ്പറ്റീഷന്റെ ഇടയിൽ ആക്സിഡന്റൽ ആയിട്ട് കണ്ടപ്പെടുന്ന ഒരു മരുന്നായിരുന്നു MDMA. പക്ഷെ അന്ന് അതിനെക്കുറിച്ച് ഒത്തിരി റിസർച്ചിലൊന്നും പോയിട്ടില്ല. ആളുകൾ ഏകദേശം മറന്നിട്ടുണ്ടായി. പിന്നീടാണ് 1980-കളിൽ വീണ്ടും MDMA രംഗത്തിൽ വരുന്നത്. അലക്സാണ്ടർ ഷുൽഗിൻ എന്ന ഒരു ബയോകെമിസ്റ്റ് ആണ് MDMA പിന്നെയും സൃഷ്ടിക്കുന്നത്. അതിന് ചീപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡിൽ സൃഷ്ടിക്കാനുള്ള ഒരു വഴി കണ്ടെത്തി. അദ്ദേഹം നോട്ടീസ് ചെയ്തു MDMAക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ട് ബ്രെയിനിനെ മേക്ക്. അതിന് ഒരു എംപത്തി ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. എംപത്തി എന്ന് ഉദ്ദേശിച്ചാൽ മറ്റുള്ളവരോട് സഹാനുഭൂതി തോന്നിക്കുന്ന ഒരു കപ്പാസിറ്റി. അതുകൊണ്ട് തന്നെ അയാൾ MDMAയെ എംപത്തോജൻ എന്നൊരു ഡ്രഗാണ് എന്ന് പേര് കൊടുത്തു. ഇത് പിന്നീട് കുറെ സൈക്കോളജി ക്ലിനിക്സിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കപ്പെടാൻ തുടങ്ങി. ഉപയോഗിക്കുമ്പോഴാണ് അതിന് ഒത്തിരി സൈഡ് എഫക്റ്റുകൾ ഉണ്ടെന്ന് കണ്ടപ്പെടുകയും അതിനുശേഷം അതിനെ ബാൻ ചെയ്യുകയും ഉണ്ടായത്. സോ എന്താണ് MDMA ചെയ്യുക? MDMA യൂഷ്വലി ലഭിക്കുന്നത് ഒരു പൗഡർ ആയിട്ട്, അല്ലെങ്കിൽ ടാബ്ലറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ രൂപത്തിലാണ്. ഇതിനെ ആളുകൾ ഒന്നെങ്കിൽ മൂക്കിൽ വലിച്ചു കയറ്റുന്നു, അതിനെ സ്നോട്ടിംഗ് എന്ന് പറയുന്നു, ഇല്ലെങ്കിൽ കഴിക്കുന്നു ടാബ്ലറ്റ് രൂപത്തിൽ, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നു. MDMA നമ്മളുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള 3 രാസവസ്തുക്കളെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക. ഒന്ന് സെറട്ടോണിൻ, മറ്റത് ഡോപ്പമിൻ, പിന്നെ നോറെപ്പിനെഫ്രിൻ. ഈ 3 കെമിക്കൽസ് ആണ് നോർമലായിട്ട് നമ്മുടെ മൂഡ് നിയന്ത്രണം, എനർജി ലെവൽസ്, വികാര നിയന്ത്രണം എന്നിവ ശ്രദ്ധിക്കുന്നത്. MDMA ചെന്നിട്ട് ഈ 3 കെമിക്കൽസിന്റെ അളവിനും വ്യത്യാസം ഉണ്ടാക്കും, പ്രത്യേകിച്ച് സെറട്ടോണിൻ എന്ന കെമിക്കൽ. MDMA നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ മെയിനായിട്ട് ആദ്യം ഉണ്ടാക്കുക ഒരു യുഫോറിയ എന്നുള്ള അവസ്ഥ. യുഫോറിയ എന്ന് വെച്ചാൽ അമിതമായിട്ട് ഒരു സന്തോഷം, എല്ലാം നല്ലൊരു കണ്ടീഷനിലാണ് എന്നുള്ള അനുഭവം തോന്നിപ്പിക്കും. രണ്ടാമത്തത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, എംപത്തോജൻ എന്നുള്ള എഫക്റ്റ് ഉണ്ട്. പറഞ്ഞാൽ മറ്റുള്ളവരോട് സഹാനുഭൂതി തോന്നിപ്പിക്കുന്നുണ്ട്, മറ്റുള്ളവരോട് ക്ലോസ് ആയി തോന്നിക്കും. ഇത് കൂടാണ്ട് തന്നെ നമ്മുടെ കാഴ്ച, കേൾവി, സ്പർശനത്തിന്റെ കപ്പാസിറ്റിയെ ഒന്നും കൂടി സെൻസിറ്റീവ് ആക്കും. പിന്നെ നമ്മുടെ എനർജി ലെവൽസിനെ വർദ്ധിപ്പിക്കും, നമ്മളിലുള്ള ക്ഷീണം മാറ്റും. ഈ എഫക്റ്റുകൾ കൊണ്ട് തന്നെയാണ് MDMA പാർട്ടി രംഗങ്ങളിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡ്രഗായി മാറിയത്. MDMA ഉപയോഗിക്കുമ്പോൾ ആൾക്കാർക്ക് ആ ഡാൻസിന് ഈ പാർട്ടിയുടെ എഫക്റ്റ് കൂടുതലായി അനുഭവപ്പെടും, ക്ഷീണമില്ലാണ്ട് ഡാൻസ് കളിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ അതൊരു പാർട്ടി ഡ്രഗായി മാറി. സോ ഇതെല്ലാമാണ് എഫക്ട്സ്. സോ എന്താണ് സൈഡ് എഫക്ട്സ്? സൈഡ് എഫക്ട്സ് കാര്യമായിട്ട് നമുക്ക് 2ആയി വിഭജീകരിക്കാം. ഒന്നുള്ളത് ശാരീരികമായിട്ടുള്ള സൈഡ് എഫക്ട്സ്, മറ്റതുള്ളത് സൈക്കോളജിക്കൽ സൈഡ് എഫക്ട്സ്. നമുക്ക് ആദ്യം സൈക്കോളജിക്കൽ സൈഡ് എഫക്ട്സിനെ ഒന്ന് പരിശോധിച്ച് നോക്കാം. സൈക്കോളജിക്കൽ സൈഡ് എഫക്ട്സ് MDMAയുടെ നോർമൽ എഫക്ട്സിനെ തന്നെ കുറച്ചും കൂടി എക്സ്ട്രീം ആയിട്ട് അത് വരുത്താം. സോ നമുക്ക് ഭയങ്കരമായിട്ടുള്ള എനർജിയുള്ള അവസ്ഥ, നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് വരുത്താം. നമ്മൾ എപ്പോഴും ഒരു ടെൻസ് ആയിട്ടുള്ള അവസ്ഥ, മനസ്സ് ഭയങ്കരമായിട്ട് സ്പീഡിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് വരുത്താം. അത് കൂടാണ്ട് തന്നെ മറ്റു ചിലരിൽ ഹാലുസിനേഷൻസ് ഉണ്ടാക്കാം, ഒരു പേടി ഉണ്ടാക്കാം, ബേജാർ ഉണ്ടാക്കാം. MDMAയുടെ വേറെ ഒരു പ്രത്യേകതയുള്ളത്, അത് ശരീരത്തിൽ നിന്ന് പോകാൻ വേണ്ടി യൂഷ്വലി 40 മണിക്കൂർ എടുക്കും. ആ ചുരുക്കത്തിൽ 2 ദിവസം വരെ അതിന്റെ എഫക്റ്റ് നിലനിന്ന് നിൽക്കാം. ഈ MDMAയുടെ എഫക്റ്റ് മാറിക്കഴിയുമ്പോൾ ചിലർക്ക് ഒരു ഡൗൺ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും. ഒന്നിനോട് ഒരു താല്പര്യമില്ല, ക്ഷീണം, ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതിനെ ക്രാഷ് എന്ന് പറയും. ഒരു ഉപയോഗം കഴിഞ്ഞിട്ട് ഡൗൺ ആയിട്ടുള്ള ഈ അവസ്ഥയെ ക്രാഷ് എന്ന് പറയും. വേറെ ഒരു ഭയാനകമായിട്ടുള്ള ഒരു കണ്ടീഷൻ,
ഈ MDMA എഫക്റ്റ് കഴിഞ്ഞാൽ തന്നെ അതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം വരെ തുടർച്ചയായി നിൽക്കും. MDMA കൊണ്ട് നമ്മുടെ മെമ്മറിനെ ബാധിക്കാം, നമ്മൾ ശ്രദ്ധിക്കാനുള്ള കപ്പാസിറ്റിയെ ബാധിക്കാം, കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടാറുണ്ട്. ഇതുകൂടാണ്ട് തന്നെ എടുത്തുചാട്ടം, സ്വന്തം നിയന്ത്രണം, സെൽഫ് കൺട്രോൾ നഷ്ടപ്പെടുന്നു, ദേഷ്യം എന്നീ തുടങ്ങിയ പല എഫക്റ്റുകളും ഉണ്ടാകാം. മറ്റു ചിലരിൽ അത് സാക്ഷാൽ മാനസിക അസുഖങ്ങളിലേക്ക് മാറാം. സൈക്കോസിസ് എന്ന് പറയുന്ന പേടിയുടെ അസുഖം അല്ലെങ്കിൽ വിഷാദ രോഗം എന്നിവയിലേക്കെല്ലാം MDMA എഫക്റ്റ് കൊണ്ട് ഉണ്ടാകാം. പിന്നീട് നമ്മൾ വരുന്നത് ശാരീരികമായിട്ടുള്ള സൈഡ് എഫക്ട്സിനെ കുറിച്ച്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു MDMA ഉപയോഗിക്കുമ്പോൾ നമ്മൾ എനർജറ്റിക് ആവും. ഈ എനർജറ്റിക് ആവുമ്പോൾ എന്ത് പറ്റുന്നതാണ്, നമ്മുടെ മനസ്സിലെല്ലാം ടെൻസ്ഡ് ആയി നിൽക്കും. ഈ എപ്പോഴും മനസ്സിൽ ടെൻഷനിലുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതുകൊണ്ട് പലതരം മേലുവേദനകൾ ഉണ്ടാകും. പിന്നെ ഈ മസിൽ ടെൻഷനായി നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ചൂട് കൂടും. ആൻഡ് MDMAക്ക് വേറൊരു പ്രശ്നമുള്ളത്, നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേക ടെമ്പറേച്ചർ ഉണ്ട്. അത് നിയന്ത്രിക്കുന്ന ഒരു സെന്റർ ഉള്ളത് നമ്മുടെ തലച്ചോറിലാണ്. MDMA പോയിട്ട് ആ സെന്ററിലുള്ള സ്വിച്ച് ഓഫ് ആക്കും. അപ്പോൾ നമ്മളെ ടെൻസ്ഡായി നിൽക്കുന്നു, നമ്മുടെ മസിൽസ് ടെൻഷനിൽ നിൽക്കുന്നു, അതുകൊണ്ട് ശരീരത്തിലെ ചൂട് കൂടുന്നു. നമ്മുടെ ചൂട് നിയന്ത്രിക്കുന്നുള്ള സെന്റർ തലച്ചോറിലുള്ളത് ഓഫ് ആകുന്നു. അപ്പോൾ മൊത്തത്തിൽ ശരീരം ഒരു ചൂടായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഉണ്ടാകും. ആ ചൂടായിട്ടുള്ള അവസ്ഥ കൊണ്ട് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മസിൽസ് കുറച്ചായി ബ്രേക്ക് ഡൗൺ. ആ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അതിനുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് പോയി ചെന്ന് നമ്മുടെ കിഡ്നീനെ ബാധിക്കും. അതുകൊണ്ട് കിഡ്നി ഡാമേജ് ഉണ്ടാക്കും. വേറെ ഒന്നും ഉണ്ടാകുന്നത്, ഞാൻ പറഞ്ഞു, ചൂടുള്ള അവസ്ഥ ഉണ്ടാക്കും. നമ്മൾ ഈ അവസ്ഥയിൽ അറിയാണ്ട് കൂടുതൽ വെള്ളം കുടിച്ചു പോകുന്നു. ആ വെള്ളം കുടിച്ചു പോകുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള സോഡിയത്തിന്റെ അളവ് കുറയുന്നു. ഈ സോഡിയത്തിന്റെ അളവ് കുറയുമ്പോൾ അത് നമ്മുടെ തലച്ചോറിന് ഡാമേജ് ഉണ്ടാക്കും. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ആണ് ഈ പാർട്ടികളിൽ വെച്ച്. ബിക്കോസ് അത് ക്ലോസ്ഡ് ആയിട്ടുള്ള ചുറ്റുപാടാണ്, ഓൾറെഡി അവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്. അതുകൂടാണ്ട് തന്നെ നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ അപ്പോഴും നമ്മുടെ ശരീരത്തിന് ടെമ്പറേച്ചർ കൂടുന്നു. അത് പോരാണ്ട് തന്നെ നമ്മുടെ MDMA എഫക്റ്റ് കൊണ്ടും ടെമ്പറേച്ചർ കൂടുന്നു. ഇതുകൊണ്ട് തന്നെ കുറെ പേർക്ക് ഒരു ഹീറ്റ് സ്ട്രോക്ക് കൊണ്ട് ഉണ്ടാകുന്ന അതേ ലക്ഷണങ്ങൾ MDMA ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകും. പിന്നെയുള്ളത്, നമ്മുടെ ലിവറാണ് നമ്മുടെ MDMA ശരീരത്തിൽ നിന്ന് കളയുന്നത്. പക്ഷെ MDMA അളവ് കൂടുമ്പോൾ ലിവറിന് ഡാമേജ് ഉണ്ടാകാം. ചിലർക്ക് ലിവർ ഫെയിലിയറിലേക്ക് വരെ പോവാം. മറ്റു ചില പുതിയ കണ്ടുപിടുത്തങ്ങൾ പറയുന്നത് MDMA മുഖാന്തരം നമ്മുടെ തലച്ചോറിലുള്ള സെറട്ടോണിൻ എന്ന രാസവസ്തു ഉണ്ടാക്കുന്ന ഞരമ്പുകൾ ഡാമേജ് ആകുന്നു. സോ മരണത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയാലും കുറെ പുതിയ സ്കാനുകളിൽ കാണുന്നത് MDMA ഉപയോഗിക്കുന്നവരിൽ ഈ സെറട്ടോണിൻ ഉണ്ടാക്കുന്ന ഞരമ്പുകളുടെ അളവ് കുറവാണ് സാധാരണക്കാരോട് സംബന്ധിച്ച്. ഈ സെറട്ടോണിൻ ഉണ്ടാക്കുന്ന ഞരമ്പിന്റെ അളവ് കുറവാണ് ഈ MDMA ഉപയോഗിക്കാത്തവരോട് സംബന്ധിച്ച്. സോ ബ്രെയിൻ ഡാമേജ് ഡയറക്റ്റ് ആയിട്ട് MDMA ഉണ്ടാക്കുന്നു. ഇതെല്ലാം പോരാണ്ട് തന്നെ MDMA ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്നു, ബ്ലഡ് പ്രഷർ കൂടുന്നു. ഇതുകൊണ്ട് രക്തനാളങ്ങളിൽ പൊട്ടുകൾ ഉണ്ടാകാം. അത് ഹാർട്ടിലാകാം, കണ്ണിലാകാം, അല്ലെങ്കിൽ തലച്ചോറിലും ആകാം. പ്രശ്നങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ? അല്ല. MDMAയിലും അഡൾട്രേഷൻ ഉണ്ടാകാം. പറഞ്ഞാൽ പ്യൂർ അല്ലാത്ത MDMA മാർക്കറ്റിൽ ലഭിക്കാറുണ്ട്. ചില ഡ്രഗ് ഏജൻസീസ് അവർ പിടിച്ച MDMA പരിശോധിച്ച് നോക്കുമ്പോൾ ലാബിൽ അവർ കണ്ടെത്തിയത്, അവർ പിടിച്ച MDMAയിൽ 50% ഡ്രഗ്സിലും ഒരു MDMA പോലും ഇല്ല. പറഞ്ഞാൽ വേറെ പല ഡ്രഗ്സും MDMA എന്ന പേരിലാണ് വിൽപ്പന ചെയ്യപ്പെടുന്നത്. പക്ഷെ അതിലുള്ള MDMA അംശം വളരെ ചുരുക്കം അല്ലെങ്കിൽ തീരെയും ഇല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിനർത്ഥം അഡൾട്രേറ്റഡ് MDMA ആണ് പലതും മാർക്കറ്റിൽ കിട്ടുന്നത്. ഈ അഡൾട്രേറ്റ് ചെയ്യുന്നത് സാധാരണ MDA, കാറ്റിയോണിൻ എന്ന് തുടങ്ങിയ പല ഡ്രഗ്സ് ആണ്. ഇതെല്ലാം MDMA ഒരു കസിൻസ് ആണ് ഒരു രീതിയിൽ. പക്ഷെ അവരുടെ എഫക്റ്റും സൈഡ് എഫക്റ്റും വേറെ തന്നെ. തുടക്കത്തിലുള്ള എഫക്റ്റ് MDMA മാതിരി ആയതുകൊണ്ട് ഉപയോഗിക്കുന്ന പലരും അത് MDMA ആണെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ശരിക്കും നോക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ഡ്രഗാണ്. ഇത് തന്നെ നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുന്ന അസുഖങ്ങളുടെ റിസ്ക് വർദ്ധിപ്പിക്കുന്നു. സോ ഇന്ത്യയിൽ ലീഗൽ സ്റ്റേറ്റസ് എന്താണ് MDMA? ഇന്ത്യയിൽ MDMA ലീഗൽ ആണ്. അത് പിടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ഫൈനും ഉണ്ടാകാം, ജയിൽ ശിക്ഷയും ഉണ്ടാകാം. ഞാനിന്ന് ഒത്തിരി സംസാരിച്ചു. പാർട്ടി ഡ്രഗ് എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റ് ചെയ്താലും അത് ഒത്തിരി സൈഡ് എഫക്റ്റ് ഉള്ള ഒരു ഡേഞ്ചറസ് ഡ്രഗാണ് MDMA. നമ്മൾ അതിൽ നിന്ന് സൂക്ഷിക്കണം. താങ്ക് യു.